പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം, നെയിം ദ സെൽ ഓർഗനൽ ഗിവൻ ബിലോ റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. ഈ തന്നിരിക്കുന്ന കോശാംഗം ഏതാണ്, അതിന്റെ ധർമ്മം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഈ തന്നിരിക്കുന്നത്? നമുക്കറിയാം, ഈ തന്നിരിക്കുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ് അല്ലേ. നമ്മുടെ ഗ്രന്ഥി കോശങ്ങൾ അഥവാ ഗ്ലാൻഡുലാർ സെല്ലുകളിൽ കാണുന്ന ഗോൾജി കോംപ്ലക്സ് ആണ്. ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സെൽ സെക്രീഷൻസ് ആയിട്ടുള്ള അല്ലേ, നമ്മുടെ കോശങ്ങളുടെ സ്രവങ്ങളായിട്ടുള്ള എൻസൈമുകളെയും ഹോർമോണുകളെയും ഒക്കെ അല്ലേ. എൻസൈം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഹോർമോണുകൾ ഉണ്ടായിരിക്കും. ഇവരൊക്കെ എന്താണ്? ചെറുസ്തര സഞ്ചികൾ അഥവാ ചെറിയ ചെറിയ സാക്ലൈക് സ്ട്രക്ചേഴ്സിൻ്റെ അകത്താക്കി വെക്കുന്നതാണ് ആരുടെ പരിപാടി? നമ്മുടെ ഈ പറയുന്ന ഗോൾജി കോംപ്ലക്സിന്റെ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ ആൻഡ് റൈറ്റ് ദി കോമൺ ഫീച്ചർ ഓഫ് അതേഴ്സ്. എന്താണ്? ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എൻഡോമെട്രിയം ഉണ്ട്, ടെസ്റ്റിസ് വൃഷണമുണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അഥവാ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്, വാസ് ഡിഫറൻസ് ഉണ്ട്. വാസ് ഡിഫറൻസ് ഈ നാലെണ്ണത്തിൽ ഏതായിരിക്കും ഒറ്റപ്പെട്ടത്? ഈസിയാണ്. ഏതാണ്? എൻഡോമെട്രിയം. കാരണം എന്താണ്? എൻഡോമെട്രിയം എന്ന് പറയുന്നത് സ്ത്രീയിലെ പ്രത്യുൽപാദന വ്യവസ്ഥ അഥവാ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നേരെ മറിച്ച് ഇവർ 3 പേരും എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അഥവാ പുരുഷനിലെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഭാഗമാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ പാർട്ട് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നും എഴുതാം. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം നോക്കാം. ആൻസർ ദി ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദി ഗിവൺ ഫുഡ് ചെയിൻ. എന്താണ്? തന്നിരിക്കുന്ന ഭക്ഷ്യ ശൃംഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. പുല്ലുണ്ട്, പുൽച്ചാടി, തവള, പാമ്പ്. ഇതിലെ പ്രാഥമിക ഉപഭോക്താവ് ആരാണ്? വിച്ച് ഇസ് ദ പ്രൈമറി കൺസ്യൂമർ ഓഫ് ദിസ്. ഇതിലേതാണ് പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുന്നത്? ഗ്രാസ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ആണെങ്കിൽ പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുന്നത് ആരാണ്? ഗ്രാസ് ഹോപ്പർ അല്ലേ, പുൽച്ചാടി അല്ലേ? പുൽച്ചാടിയാണ് എന്ത്? പ്രാഥമിക ഉപഭോക്താവ് എന്ന് പറയുന്നത്. പാമ്പ് ഉൾപ്പെടുന്ന പോഷണ തലം ഏത് ട്രോഫിക് ലെവലിലാണ് സ്നേക്ക് അല്ലെ? സ്നേക്ക് ഏത് ട്രോഫിക് ലെവലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാസ് ഫസ്റ്റ് ട്രോഫിക് ലെവൽ, പുല്ല് ഒന്നാമത്തെ പോഷണതലം, രണ്ടാമത്തെ പോഷണതലം പുൽച്ചാടി, മൂന്നാമത്തെ പോഷണതലം തവള, നാലാമത്തെ അഥവാ 4th ട്രോഫിക് ലെവലാണ് ഏത്? സ്നേക്ക് എന്ന് പറയുന്നത്. 4th ട്രോഫിക് ലെവലിലാണ് സ്നേക്ക് ഉൾപ്പെടുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ പ്രൊഡ്യൂസർ ആണ് എപ്പോഴും ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരിക, പിന്നെ അങ്ങോട്ട് സെക്കൻഡ്, തേർഡ് അങ്ങനെ എഴുതി പോവാട്ടോ. യെസ്, ഐഡന്റിഫൈ ദ വേർഡ് റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. പദബന്ധം മനസ്സിലാക്കി വിട്ട ഭാഗം പൂർത്തിയാക്കുക. ഫീമെയിൽ സെക്സ് ഹോർമോൺ ഈസ്ട്രോജൻ ആണെങ്കിൽ മെയിൽ സെക്സ് ഹോർമോൺ അഥവാ പുരുഷ ലൈംഗിക ഹോർമോൺ എന്ന് പറയുന്നത് ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ബാക്ടീരിയ അല്ലെ, ബാക്ടീരിയയിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ബൈനറി ഫിഷനിലൂടെയാണ് എന്നുണ്ടെങ്കിൽ ഹൈഡ്രയിൽ എങ്ങനെയാണ്? ബഡ്ഡിങ് വഴിയാണ് അല്ലെ. അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്, അലൈംഗിക പ്രജനന രീതിയാണ്. ഹൈഡ്രയിൽ എന്ത് നടക്കും? ബഡ്ഡിങ് അഥവാ മുകുളനം. ഓക്കെ, മുകുളനം. യെസ്, അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ദ സെൽ ഓർഗനൽ which is seen plenty in glandular cells. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ടും കാണുന്നത് ആരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗോൾജി കോംപ്ലക്സിനെയാണ് നമുക്ക് ഗ്രന്ഥി കോശങ്ങൾ അഥവാ ഗ്ലാൻഡുലാർ സെല്ലുകളിൽ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്. നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ, ഓവറിൽ ഈസ്ട്രോജൻ ആണെങ്കിൽ ഏതാണ്? ടെസ്റ്റിസിൽ നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ. യെസ്, ടെസ്റ്റോസ്റ്റിറോൺ ആയിരിക്കും. ഓക്കെ, next question, identify the odd one and write the common feature of others. Nilgiri tar, lion-tailed macaque, dodo, മലബാർ സിവറ്റ് കാറ്റ്. വരയാടുണ്ട്, സിംഹവാലം കുരങ്ങുണ്ട്, ഡോഡോ ഉണ്ട്, മലബാർ വെരുകുണ്ട്. ഇതിൽ ഒറ്റപ്പെട്ടത് ആരായിരിക്കും? ഡോഡോ അല്ലേ. ഡോഡോ പക്ഷി. കാരണം ഡോഡോ പക്ഷി എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി, വംശനാശം സംഭവിച്ചു കഴിഞ്ഞു. ഇവർ 3 പേരും കോമൺ ഫീച്ചർ ഓഫ് അതേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവർ 3 പേരും എന്താണ്? എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? വംശനാശ ഭീഷണി നേരിടുന്നവർ. എൻഡേഞ്ചേർഡ് അഥവാ വംശനാശ ഭീഷണി നേരിടുന്നവരാണ് ആര്? ഇവരെല്ലാവരും തന്നെ ഈ പറയുന്ന നീൽഗിരി താർ, വരയാടായിക്കോട്ടെ, സിംഹവാലം കുരങ്ങായിക്കോട്ടെ, മലബാർ വെരുക ആയിക്കോട്ടെ, ഇവർ 3 പേരും എൻഡേഞ്ചേർഡ് ആണ്. യെസ്, ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ. വീണ്ടും വേർഡ് പെയർ റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. പദജോടി ബന്ധം മനസ്സിലാക്കിയിട്ട് പൂരിപ്പിക്കണം. ശ്വേതകണം ആഹാര സംഭരണത്തിനാണ് സഹായിക്കുന്നത്. ഫുഡ് സ്റ്റോറേജിനാണ് ലൂക്കോപ്ലാസ്റ്റ് സഹായിക്കുന്നുണ്ടെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും സഹായിക്കുക? ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഫോട്ടോസിന്തസിസ് അല്ലേ. ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ആനിമൽ സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ്, ആനിമൽ ബോഡി ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ എന്ന് പറഞ്ഞത്
തിയോഡോർ ഷ്വാൻ ആണെങ്കിൽ പ്ലാന്റ് സെൽ അഥവാ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്, സെല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞത് ആരായിരുന്നു? MJ Schleiden. ഓക്കെ, MJ Schleiden. യെസ്. അടുത്ത ചോദ്യം, റൈറ്റ് ദ നെയിം ഓഫ് ദി കണക്റ്റീവ് ടിഷ്യൂ വിച്ച് പെർഫോം ദി ഫോളോയിങ് ഫങ്ഷൻസ്. ചുവടെ നൽകിയിരിക്കുന്ന ധർമ്മങ്ങൾ നിർവഹിക്കുന്ന യോജക കല ഏതെന്ന് തിരിച്ചറിഞ്ഞ് പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്, പദാർത്ഥ സംവഹനത്തിനും സഹായിക്കും, രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടും സഹായിക്കും. മേക്സ് ദ ബോഡി റെസിസ്റ്റന്റ് ടു ഡിസീസസ്. ഇത് ആരാണ്? ഇത് ആരാണ്? ബ്ലഡ് അല്ലേ? ഈസി അല്ലേ? ബ്ലഡ് അഥവാ രക്തം. ഓക്കെ, രക്തമാണ് എന്ത്? നമുക്ക് നമ്മുടെ ബോഡീൻ്റെ അകത്തുള്ള പദാർത്ഥങ്ങളുടെയൊക്കെ സംവഹനം അഥവാ മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ആള്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചർ ഓഫ് അതേഴ്സ്. ഗ്രേ ജയന്റ് ഉണ്ട്, അങ്കോറ ഉണ്ട്, മസ്കവി ഉണ്ട്, വൈറ്റ് ജയന്റ്. വെരി ഈസി. ഏതാണ്? മസ്കവി അല്ലേ? മസ്കവിയാണ് ഓഡ് വൺ. കാരണം എന്താ? ബാക്കി എല്ലാവരും എന്താണ്? റാബിറ്റിന്റെ വെറൈറ്റീസ് ആണ് അഥവാ മുയലിന്റെ ഇനങ്ങളാണ്. വിവിധ തരം മുയലിന്റെ ഇനങ്ങളാണ് ബാക്കി തന്നിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ. ഓക്കെ, അടുത്ത ചോദ്യം, correct the mistake if any in the underlined part of the given statements. എന്താണ്? എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. The ovum is produced by the oviduct. എന്താണ്? അണ്ഡകോശം ഉൽപ്പാദിപ്പിക്കുന്നത് അണ്ഡവാഹിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് അണ്ഡകോശത്തിനെ ഉൽപ്പാദിപ്പിക്കുന്നത്? അണ്ഡവാഹിയാണോ? അല്ല. ആരാണ്? അണ്ഡാശയമാണ് അല്ലേ? അണ്ഡകോശം ഉൽപ്പാദിക്കുന്ന അണ്ഡവാഹിയല്ല, പകരം ആരാണ്? അണ്ഡാശയം. അണ്ഡാശയം അഥവാ ഓവറി. Yes, ovary. Amniotic fluid protects the fetus from dehydration. Amniotic ദ്രവം ഗർഭസ്ഥ ശിശുവിനെ എന്താണ്? നിർജ്ജലീകരണത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. ശരിയല്ലേ? ശരിയാണ്. amniotic fluid ഉള്ളതുകൊണ്ടാണ് കുട്ടി ഡീഹൈഡ്രേറ്റഡ് ആവാതെ ഇരിക്കുന്നത്. ഇനി ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ യൂട്രസ്. യൂട്രസിലാണോ? ഗർഭാശയത്തിൽ വെച്ചിട്ടാണോ ഫെർട്ടിലൈസേഷൻ ബീജസംയോഗം നടക്കുന്നത്? അല്ല. എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ഈ പറയുന്ന ഓവിഡക്റ്റ് അഥവാ ഫലോപ്പിയൻ ട്യൂബ്. ഓവിഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയാം. ഫലോപ്പിയൻ ട്യൂബ് അഥവാ ഓവിഡക്റ്റ് അഥവാ നമ്മുടെ ഈ പറയുന്ന അണ്ഡവാഹിയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. Next question, write down the name of any two organizations that work for the protection of nature. എന്താണ്? പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും രണ്ട് സംഘടനകളുടെ പേര് എഴുതാനാണ് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറയുന്നതും കൊടുക്കാം, അല്ലെങ്കിൽ WWF ഏതാണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ രണ്ടും എഴുതണം. രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടെണ്ണം തന്നെ എഴുതിയിരിക്കണം കേട്ടോ. ഇത് ഇങ്ങനെ എഴുതിയാൽ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ജസ്റ്റ് ഒന്ന് ഇത് വലുതാക്കി തന്നെ എഴുതണം. അതായത് ഇന്റർനാഷണൽ ഇങ്ങനെ തന്നെ എഴുതണം. IUC എന്ന് മാത്രം എഴുതരുത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഓക്കെ, ഇനി WWF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നുള്ളതാണ് WWF എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. Cocos nucifera is the scientific name of coconut. Identify the level of classification indicated by the underlined part. തെങ്ങിന്റെ ശാസ്ത്രീയ നാമമാണ് കൊക്കോസ് ന്യൂസിഫെറ. ഇതിൽ അടിവരയിട്ട ഭാഗം സൂചിപ്പിക്കുന്ന വർഗീകരണ തലത്തിന്റെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പേര് ഞാൻ പറയില്ല, നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക. കൊക്കോസ് എന്ന് പറയുന്നത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ പറയട്ടെ, ഇന്ന് വൈകിട്ട് 7 മണിയാകുമ്പോൾ നമ്മുടെ മാരത്തോൺ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് മാരത്തോണിന് എത്താം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലും ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. യെസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി മാരത്തോണിൽ വെച്ച് കാണാം. ടിൽ ദെൻ ബൈ.